വെൽക്കം ബാക്ക് ടു ആൻഡ് സ്പൈസി ഡിലൈറ്റ്സ്. ഇന്ന് ഒരു അരപ്പിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. തേങ്ങ വറുത്തരച്ച റെസിപ്പികൾ ഞാൻ ഇട്ടപ്പോൾ അതിൽ കമൻറ്റ് കണ്ടിരുന്നു, തേങ്ങ വറുത്തരച്ച അരപ്പിൻ്റെ റെസിപ്പി ഇടണമെന്ന്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരമുറി തേങ്ങ ചെറിയതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിലേക്ക് 4 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 4-5 വെളുത്തുള്ളി, ആവശ്യത്തിലേറെ കറിവേപ്പില. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഞാനിവിടെ സാമ്പാറിൻ്റെ വറുത്തരപ്പാണ് കാണിക്കുന്നത്. ഇതിൽ നോൺ വെജ് ആണെങ്കിലും വലിയ വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾ മസാലകൾ ചേർക്കുക, കൂടെ പെരിഞ്ചീരകവും ചേർക്കുക. അപ്പോൾ ഞാനിവിടെ മഞ്ഞൾപ്പൊടിയും പിന്നെ സാമ്പാർ ഉണ്ടാക്കുന്നതുകൊണ്ട് സാമ്പാറിൻ്റെ കൂട്ടാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത് കേട്ടോ. മുളക് പൊടിയും സാമ്പാർ പൊടിയാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നോൺ വെജ് ആണ് തയ്യാറാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ പെരിഞ്ചീരകവും ബാക്കി മസാലകളൊക്കെ ചേർത്ത് ലാസ്റ്റ് ഇതൊന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. ഇതിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കരുത് കേട്ടോ. കാരണം ഇത് നന്നായിട്ട് നിങ്ങൾ ആദ്യം അരയ്ക്കുമ്പോൾ ഇത് അരയുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുമെങ്കിലും ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ അരച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കൃത്യമായിട്ട് അതിൻ്റെ എണ്ണയ്ക്ക് ഇങ്ങനെ ഇറങ്ങി വന്ന് കൃത്യമായിട്ട് അത് നന്നായിട്ട് ഫൈനായിട്ട് അരിഞ്ഞ് കിട്ടും. ഇതാ ആദ്യം അരയ്ക്കുമ്പോൾ ഇതുപോലെ ആയിരിക്കും കിട്ടുക. ഇങ്ങനെ കിട്ടുമ്പോൾ ഇത് അരയുന്നില്ല എന്നല്ല അർത്ഥം, ഇത് അരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്നും കൂടി ഇട്ടിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് നിങ്ങൾ അരച്ചെടുത്താൽ ഇതുപോലെ കിട്ടും. അപ്പോൾ വെള്ളം ഒഴിക്കേണ്ട ഒരാവശ്യമില്ല, ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കരുത്. ഇതുപോലെ നിങ്ങൾ വെള്ളം ഒഴിക്കാതെ അരച്ചാൽ അതിൻ്റെ എണ്ണയ്ക്ക് ഇങ്ങനെ തെളിഞ്ഞ് കിട്ടും കേട്ടോ. ഇങ്ങനെ അരച്ചാലാണ് നമ്മൾ തേങ്ങ വറുത്തരച്ച കറികൾക്ക് ചേർക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ അരപ്പ് നല്ല അടിപൊളി ടേസ്റ്റിലാണ് കേട്ടോ. അത് നിങ്ങൾ സാമ്പാറിന് ചേർക്കുകയാണെങ്കിലും പിന്നെ നോൺ വെജ് ആണെങ്കിൽ എന്തൊക്കെയായാലും ആഡ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പെരിഞ്ചീരകം ഒന്ന് എക്സ്ട്രാ ആഡ് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ നോൺ വെജിൻ്റെ മസാലാസും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി തേങ്ങ വറുത്തരച്ചിട്ടുള്ള കറികൾ വയ്ക്കുമ്പോൾ ഇതുപോലെ അരപ്പ് തയ്യാറാക്കിയിട്ട് വെച്ച് നോക്കൂ കേട്ടോ. കറി കിട്ടില്ലെന്നാവും. അപ്പോൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിലൂടെ പറയാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, അതുപോലെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ECPC റെസിപ്പികൾ കിട്ടാൻ വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. കൂടെ ബെൽ ബട്ടൺ കൊണ്ട് എന്നെ വിളിച്ച് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ